ഇണ്ടിത്ത മാത്രം പറയുന്ന മന്ത്രി എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനത്തിന് പ്രതികരണവുമായി മന്ത്രി വി. ശിവൻകുട്ടി. അതേ ഭാഷയിൽ താനും മറുപടി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് മൂത്രമൊഴിക്കേണ്ടി വരുമെന്ന് വി. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇനി കേൾക്കാം. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനോട് പറയാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വി. ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശം വി.ഡി. സതീശനിൽ നിന്നുണ്ടായി. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രാജ്യത്തുണ്ടല്ലോ. അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? എന്നെ സംഘപരിവാറുമായിട്ട് കൂട്ടിക്കെട്ടാൻ വി.ഡി. സതീശൻ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. BJPയുടെ അക്കൗണ്ട് നേമത്ത് LDF പൂട്ടിച്ചപ്പോൾ ആരായിരുന്നു സ്ഥാനാർത്ഥി എന്ന് സതീശൻ ഓർക്കണം. ആ വേല കയ്യിലിരുന്നാൽ മതി. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ച ആളിൻ്റെ പേര് ശിവൻകുട്ടി എന്നല്ല, അത് വി.ഡി. സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പേര്. ഞാനെന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല. സ്വന്തം മണ്ഡലത്തിലെ ആളെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാലറയ്ക്കുന്ന രീതിയിൽ പച്ചത്തെറി വിളിച്ച ആളിൻ്റെ പേരും വി.ഡി. സതീശൻ എന്നാണ്. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നത് ഞാൻ പറഞ്ഞിട്ടല്ല. ഇത് സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിക്കുകയും ശബരിമലയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലൂടെ പുറത്തു വരുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ 1-ാം പ്രതിയും മോഷണം മുതൽ വാങ്ങിയ ആളും കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ദുരൂഹതകളുടെ ഒരു മഹാമേരുവാണ്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി തന്നെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരെ കാണാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. SPG ക്ലിയറൻസ് ഇല്ലാതെ, ഉന്നത നേതാക്കളുടെ ശുപാർശയില്ലാതെ ആർക്കും അവരെ കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ സ്വർണ്ണച്ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവനായി മാറി? ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേസിലെ പ്രതികൾക്ക് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്താലാണ്? അടൂർ പ്രകാശും ആൻ്റണിയും ഈ ക്രിമിനലുകളെ സോണിയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്തിനാണ്? പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുക തന്നെ വേണം. സോണിയാഗാന്ധി മുൻപ് MP ആയിരുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ കടയിലാണ് ശബരിമലയിലെ മോഷണ സ്വർണം വിറ്റത് എന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ബെല്ലാരി കണക്ഷൻ കേവലം യാദൃശ്ചികമല്ല. ഹവാല ഇടപാടുകളോ സ്വർണ്ണക്കടത്തോ ഇതിന് പിന്നിലുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നും വി. ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇനിയും തുടരുകയാണ്. നിരവധി ആരോപണങ്ങൾ വി. ശിവൻകുട്ടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പറവൂരിലെ ഇരട്ടമുഖം സ്വന്തം മണ്ഡലത്തിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ പുകഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്ത സതീശൻ പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ വീണ്ടും നാണം കെട്ടു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വി. ശിവൻകുട്ടി അവസാനിപ്പിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശന് മന്ത്രി വി. ശിവൻകുട്ടിയുടെ ഒരു മറുപടിയാണ് എന്തായാലും ലഭിച്ചിരിക്കുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്.